Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ കണ്ട ഈശോയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിലോട്ട് പോകുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimitimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ ആൻ കാതറിൻ തുടരുകയാണ്. മറിയത്തിനും ജോസഫിനുമായി അന്ന ഒരുക്കി കൊടുത്ത നസ്രത്തിലെ ചെറിയ വീട് അന്നയുടേതായിരുന്നു. തൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഇടവഴിയിലൂടെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് അവർക്ക് അവിടെ എത്താമായിരുന്നു. നഗര കവാടത്തിന് അധികം അകലെയല്ലാതെയായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ മുറ്റവും അതിനടുത്ത് താഴേക്ക് ഏതാനും പടികളുള്ള ഒരു കിണറുമുണ്ടായിരുന്നു. ഒരു കുന്നിനടുത്തായിരുന്നു വീടെങ്കിലും കുന്നിന് മുകളിലായിരുന്നില്ല അത് പണിതിരുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത്. അതായത് ആൻ കാതറിൻ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവർ എഴുതുന്നത്. അപ്പം ഇതുപോലെ ആൻ കാതറിൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിവാഹമോതിരം എവിടെയാണ് ഉള്ളത് എന്ന് ദർശനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇത് സംഭവിക്കുന്നത്. ആൻ കാതറിൻ ജീവിച്ചിരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ആൻ കാതറിൻ്റെ വിഷൻസുമായി ബന്ധപ്പെടുത്തി അത് അന്വേഷിച്ചപ്പോൾ ഈ റിങ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പം പരിശുദ്ധ അമ്മ താമസിച്ചിരുന്ന അന്ന നൽകിയിട്ടുള്ള ഈ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നതെന്ന് നമ്മൾ അവസാനം വരും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആൻ കാതറിൻ തുടരുകയാണ്. കുന്നിനും വീടിൻ്റെ പിൻഭാഗത്തിനുമിടയിൽ വെട്ടിത്തെളിച്ച ഇടുങ്ങിയ ഒരു പാതയുണ്ടായിരുന്നു. ആ ഭാഗത്ത് വീടിനൊരു ചെറിയ ജനാലയുണ്ടായിരുന്നു. വീടിൻ്റെ മുൻഭാഗത്തെ അപേക്ഷിച്ച് ഈ ഭാഗത്ത് വെളിച്ചം കുറവായിരുന്നു. വീടിൻ്റെ പിൻഭാഗം ത്രികോണാകൃതിയിലുള്ളതും മുൻഭാഗത്തേക്കാൾ ഉയർന്ന തറയിലുമായിരുന്നു. അടിത്തറ പാറയിൽ കൊത്തിയെടുത്തതായിരുന്നു. മുകൾ ഭാഗം ഭാരം കുറഞ്ഞ നിർമ്മാണ രീതിയുള്ളതായിരുന്നു. മറിയത്തിൻ്റെ മുറി വീടിൻ്റെ പിൻഭാഗത്തായിരുന്നു. അവിടെ വെച്ചാണ് മാലാഖയുടെ മംഗളവാർത്ത അറിയിക്കൽ നടന്നത്. അപ്പോൾ ഗബ്രയേൽ മാലാഖ വന്നത് ഈ ഭവനത്തിലാണ്. ഈ മുറിക്ക് അർദ്ധവൃത്താകൃതിയായിരുന്നു. ഭിത്തികൾക്ക് ചുറ്റും മാറ്റാവുന്ന തരത്തിലുള്ള മുള കൊണ്ടോ മറ്റോ ഉള്ള മറകൾ ഉണ്ടായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കട്ടിയുള്ളവയായിരുന്നു ഇവ. ഈ മറകളിൽ വേഫറുകളുടെ മാതൃകയിലുള്ള ഡിസൈനുകൾ ഉണ്ടായിരുന്നു. ഈ ഡിസൈനുകൾ രൂപങ്ങളെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഈ ഒരു മറയ്ക്ക് തൊട്ടു പിന്നിലായാണ് മറിയം വിശ്രമിച്ചിരുന്നത്. ഇടതുവശത്ത് ഒരു ചെറിയ മേശയും സ്റ്റൂളുമുള്ള ചെറിയൊരു അലമാരയുണ്ടായിരുന്നു. ഇതായിരുന്നു പരിശുദ്ധ കന്യകയുടെ പ്രാർത്ഥനാമുറി. ജോസഫിൻ്റെ മരണശേഷം പരിശുദ്ധ കന്യക കഫർനാമിലേക്ക് മാറിയപ്പോൾ ഈ വിശുദ്ധ ഭവനം ഒരു പുണ്യസ്ഥലമായി അലങ്കരിക്കപ്പെട്ട നിലയിൽ അവശേഷിപ്പിച്ചു. മംഗളവാർത്ത നടന്ന ആ സ്ഥലം സന്ദർശിക്കാനും അവിടെ പ്രാർത്ഥിക്കാനും മറിയം കഫർനാമിൽ നിന്ന് ഇടയ്ക്കിടെ വരുമായിരുന്നു. പത്രോസും യോഹന്നാനും പലസ്തീൻ സന്ദർശിക്കുമ്പോഴെല്ലാം നസ്രത്തിലെ ഈ വീട് സന്ദർശിക്കുകയും അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു. പഴയ അടുപ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ബലിപീഠം സ്ഥാപിച്ചത്. മറിയം ഉപയോഗിച്ചിരുന്ന ചെറിയ അലമാര ബലിപീഠത്തിന് മുകളിൽ തിരുപേടകമായി വെച്ചു. ഇനിയാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേറൊരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അതിശയം തോന്നാം, ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്ന്. ആൻ കാതറിൻ പറയുന്നത് വിശുദ്ധ ഭവനം, അതായത് പരിശുദ്ധ അമ്മ താമസിച്ചിരുന്നതും പരിശുദ്ധ അമ്മ ഗർഭിണിയായതും, അതായത് വചനം മാംസമായ ആ ഭവനം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭവനമാണ്. ഈ ഭവനം ഇസ്രായേലിൽ നിന്നും ഇറ്റലിയിലോട്ട് മാറ്റി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ചുമ്മാ തട്ടിപ്പാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം ആൻ കാതറിൻ പറയണത് ഞാൻ വായിക്കാം. വിശുദ്ധ ഭവനം ലൊറോറ്റോയിലേക്ക് മാറ്റുന്നത് ഞാൻ ദർശനങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ കാലം എനിക്കത് വിശ്വസിക്കാനായില്ല. ആൻ കാതറിൻ്റെ വാക്കുകളാണ്. എന്നിട്ടും ഞാനത് കണ്ടുകൊണ്ടേയിരുന്നു. 7 മാലാഖമാർ ചേർന്ന് സമുദ്രത്തിന് മുകളിലൂടെ വിശുദ്ധ ഭവനം വഹിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ഓൾമോസ്റ്റ് 2000 കിലോമീറ്റർ ഉണ്ട് ഇസ്രായേലിലെ ഈ സ്ഥലത്തു നിന്നും
ഇറ്റലിയിലോട്ട്. ഈ 2000 കിലോമീറ്റർ 7 മാലാഖമാർ ഈ ഭവനവും എടുത്തുകൊണ്ട് പോയെന്നാണ് ആൻ കാതറിൻ ദർശനത്തിൽ കാണുന്നത്. അതിന് അടിത്തറയില്ലായിരുന്നു. ഈ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിത്തറയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വേർഡ്സൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി വായിക്കുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടിത്തറയില്ലായിരുന്നു ഈ എടുത്തുകൊണ്ടുപോയ വീടിന്. മറിച്ച് അതിന് താഴെ പ്രകാശമാനമായ ഒരു ഉപരിതലമുണ്ടായിരുന്നു. ഇരുവശത്തും പിടികൾ പോലുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. 3 മാലാഖമാർ ഒരു വശത്തും 3 പേർ മറുവശത്തും താങ്ങിയിരുന്നു. 7ാമത്തെ മാലാഖ നീണ്ട പ്രകാശധാരയോടെ മുൻപിലായി പറന്നു. വീടിൻ്റെ പിൻഭാഗം, അതായത് അടുപ്പും അപ്പസ്തോലന്മാരുടെ ബലിപീഠവും ചെറിയ ജനാലയുമുള്ള ഭാഗം യൂറോപ്പിലേക്ക് മാറ്റപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ ഭാഗമാണ് യൂറോപ്പിലോട്ട് മാറ്റപ്പെട്ടതെന്ന് ആൻ കാതറിൻ ഓർക്കുന്നു. കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം തകർച്ചയുടെ ഭീഷണിയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എഫേസൂസിലായിരുന്നപ്പോൾ പരിശുദ്ധ കന്യകയുടെ കൈവശമുണ്ടായിരുന്ന ക്രൂശിത രൂപവും ഞാൻ ലൊറോറ്റോയിൽ കാണുന്നുണ്ട്. അത് പലതരം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. പിൽക്കാലത്ത് അത് അപ്പസ്തോലന്മാരുടെ പക്കൽ എത്തിച്ചേർന്നു. ആ കുരിശിന് മുന്നിൽ നിരവധി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ലൊറോറ്റോയിലെ വിശുദ്ധ ഭവനത്തിൻ്റെ ഭിത്തി പൂർണ്ണമായും യഥാർത്ഥത്തിലുള്ളതാണ്. ചിമ്മിനിക്ക് താഴെയുള്ള ബീം പോലും ഇപ്പോഴും അവിടെയുണ്ട്. ദൈവമാതാവിൻ്റെ അത്ഭുത ചിത്രം അപ്പസ്തോലന്മാരുടെ ബലിപീഠത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇനി മംഗളവാർത്ത നടന്ന സംഭവവും ആൻ കാതറിൻ വിശദീകരിക്കുകയാണ്. അപ്പോൾ ആൻ കാതറിൻ കാണുന്നതാണ് ഇവർ എഴുതുന്നത്. ഇവർക്കാരും പറഞ്ഞു കൊടുക്കണതല്ല. ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണതല്ല. ചില കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പലപ്പോഴും ഇവർ ഈ 2000 വർഷം പിറകിലോട്ട് പോയി ആ സ്ഥലത്ത് നിന്ന് ഇവർ നോക്കിക്കണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് ഇവർ കാണുകയാണ്. ഈശോയുടെ ആൻ കാതറിൻ്റെ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെതൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. അത് നമ്മൾ എപ്പോഴെങ്കിലും ഇത് വായിക്കണം. അപ്പോൾ അതിനകത്ത് ആൻ കാതറിൻ ഇങ്ങനെ ഈശോ ഗെത്സമനയിൽ പീഡ അനുഭവിക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ്. ആൻ കാതറിൻ പറയുകയാണ്, ഇത് കാണുമ്പോൾ എനിക്ക് ഈശോയെ പോയിട്ടൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുവാണ്. അപ്പം ഒരു ദർശനം എന്നതിൽ ഉപരി ഒരു ടൈം ട്രാവൽ പോലെയാണിത് എനിക്ക് തോന്നിയിട്ടുള്ളത് വായിക്കുമ്പോഴാണ്. അപ്പം മംഗളവാർത്ത ഇപ്രകാരമായിരുന്നു. നസ്രത്തിലെ ഭവനത്തിൽ വിവാഹശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴുള്ള പരിശുദ്ധ കന്യകയെ ഞാൻ കണ്ടു. ജോസഫ് അവിടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ പണി ആയുധങ്ങൾ എടുക്കുന്നതിനായി 2 ചുമടുമൃഗങ്ങളുമായി തിബേരിയസിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. എന്നാൽ അന്നയും അവരുടെ വേലക്കാരിയും മുൻപ് ദേവാലയത്തിൽ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 കന്യകമാരും ആ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലെ എല്ലാ ക്രമീകരണങ്ങളും അന്ന പുതുക്കി നിശ്ചയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ എല്ലാവരും ഒരു വൃത്താകൃതിയിലുള്ള പീഠത്തിന് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം അതിൽ വിളമ്പിയിരുന്ന പച്ചക്കറികൾ കഴിക്കുകയും ചെയ്തു. അന്ന വീട്ടുജോലികളിൽ വളരെ വ്യാപൃതയായിരുന്നു. കുറച്ചു സമയം അവർ അവിടെയൊക്കെ നടന്ന് ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് പരിശുദ്ധ കന്യക തൻ്റെ മുറിയിലേക്കുള്ള പടികൾ കയറിപ്പോയി. അവിടെ വെച്ച് അവർ പ്രാർത്ഥനാ വേളകളിൽ ധരിക്കാറുള്ള നീളമുള്ള വെളുത്ത കമ്പിളി വസ്ത്രം ധരിച്ചു. അരയിൽ ഒരു കച്ചയും തലയിൽ മഞ്ഞ കലർന്ന വെളുത്ത നിറമുള്ള ഒരു മൂടുപടവും ധരിച്ചിരുന്നു. വേലക്കാരി വന്ന് വിളക്ക് കൊളുത്തി വെച്ച് തിരിച്ചുപോയി. മറിയം ഭിത്തിയിൽ മടക്കി വെച്ചിരുന്ന ചെറിയൊരു മേശയെടുത്ത് മുറിയുടെ നടുവിൽ വെച്ചു. അതിൻ്റെ ഒരു വശം ഉയർത്താവുന്നതായിരുന്നു. 3 കാലുകളുള്ള ആ മേശയ്ക്ക് മുകളിൽ മറിയം ചുവന്ന വിരിയും അതിനു മുകളിലായി സുതാര്യമായ വെളുത്ത വിരിയും വിരിച്ചു. അതിൻ്റെ അറ്റങ്ങളിൽ ഞൊറികളും നടുവിൽ തുന്നൽ പണികളും ഉണ്ടായിരുന്നു. മേശ ഒരുക്കിയ ശേഷം മറിയം അതിനു മുന്നിൽ ഒരു ചെറിയ വട്ടയണ വെച്ചു. മേശയിൽ കൈകൾ ഊന്നി അവൾ പതുക്കെ മുട്ടുകുത്തി. നിലത്ത് കാർപ്പറ്റ് വിരിച്ചിരുന്നു. മറിയം മൂടുപടം കൊണ്ട് മുഖം മറച്ച് നെഞ്ചോട് കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. വളരെ നേരം അവൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ലോകത്തിൻ്റെ രക്ഷയ്ക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവിനും വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥന. ആ രാജാവിൻ്റെ വരവിനായി തൻ്റെ പ്രാർത്ഥനകൾ കാരണമാകട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു. ആത്മവിസ്മൃതിയോടെ ആകാശം നോക്കി അവർ ഏറെ നേരം മുട്ടുകുത്തി നിന്നു. പിന്നീട് തല താഴ്ത്തി പ്രാർത്ഥന തുടർന്നു. പെട്ടെന്ന് മറിയം വലതുവശത്തേക്ക് നോക്കി. അവിടെ തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള മുടിയുള്ള ഒരു യുവാവിനെ കണ്ടു. അത് ഗബ്രിയേൽ ദൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചിരുന്നില്ല. പ്രകാശവലയത്താൽ ചുറ്റപ്പെട്ട് ഒരു ചരിഞ്ഞ രേഖയിലൂടെ എന്ന പോലെ അദ്ദേഹം മറിയത്തിനടുത്തേക്ക് ഇറങ്ങി വന്നു. മലാഖയുടെ തേജസ്സാൽ മുറി മുഴുവൻ പ്രകാശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിളക്കിൻ്റെ വെളിച്ചം മങ്ങിപ്പോയി. മാലാഖയുടെ വെളിച്ചം കൊണ്ട് മുറിയിലുണ്ടായിരുന്ന വേലക്കാരി വന്ന് കത്തിച്ച
ആ വെളിച്ചം കാണാനേ ഇല്ല. മാലാഖ കൈകൾ നെഞ്ചോട് ചേർത്ത് മറിയത്തോട് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ച വാക്കുകൾ മിന്നിത്തിളങ്ങുന്ന അക്ഷരങ്ങൾ പോലെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. മറിയം മുഖം ഉയർത്താതെ തന്നെ മറുപടി നൽകി. മാലാഖ വീണ്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ എന്ന പോലെ മറിയം മൂടുപടം അല്പം നീക്കി അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ കൂടുതൽ ആഴമായ ആത്മവിസ്മൃതിയിലായി. മുറിയുടെ മേൽക്കൂര അപ്രത്യക്ഷമായി. വീടിന് മുകളിൽ പ്രകാശമാനമായ ഒരു മേഘവും അതിൽ നിന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ഒരു പ്രകാശപാതയും തെളിഞ്ഞു. ആ പ്രകാശത്തിൻ്റെ ഉറവിടത്തിൽ അതിവിശുദ്ധ തൃത്വത്തെ ഞാൻ ദർശിച്ചു. തേജസ്സാർന്ന ഒരു ത്രികോണം പോലെയായിരുന്നു അത്. അതിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ കണ്ടു. നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അത് മനുഷ്യരൂപത്തിലായിരുന്നു. ചുറ്റും ചിറകുകൾ പോലെ തിളങ്ങുന്ന പ്രഭാവലയമുണ്ടായിരുന്നു. അവിടുത്തെ നെഞ്ചിൽ നിന്നും കൈകളിൽ നിന്നും 3 പ്രകാശധാരകൾ പുറപ്പെട്ട് പരിശുദ്ധ കന്യകയുടെ വലതുവശത്ത് കൂടി പ്രവേശിച്ച് ഹൃദയത്തിന് താഴെ ഒന്നായി തീർന്നു. ആ നിമിഷം മറിയം പൂർണ്ണമായും സുതാര്യമായും പ്രകാശമാനമായും മാറി. വെളിച്ചത്തിന് മുന്നിൽ ഇരുട്ടെന്ന പോലെ എല്ലാ അവ്യക്തതയും നീങ്ങിപ്പോയി. മാലാഖയും പ്രകാശധാരകളും അപ്രത്യക്ഷമായപ്പോൾ സ്വർഗത്തിലേക്കുള്ള ആ പ്രകാശപാതയിലൂടെ പകുതി വിരിഞ്ഞ റോസാപ്പൂക്കളും ചെറിയ പച്ച ഇലകളും മറിയത്തിന് മേൽ വർഷിക്കുന്നത് ഞാൻ കണ്ടു. പൂർണ്ണമായും തന്നിൽ തന്നെ ലയിച്ചിരുന്ന മറിയം മനുഷ്യരൂപമെടുത്ത ദൈവപുത്രനെ തന്നിൽ കണ്ടു. എല്ലാ അവയവങ്ങളോടും കൂടിയ പ്രകാശരൂപത്തിലുള്ള ഒരു ചെറിയ ശിശുരൂപമായിരുന്നു അത്. അർദ്ധരാത്രിയിലാണ് ഞാൻ ഈ രഹസ്യം ദർശിച്ചത്. കുറച്ച് സമയം കഴിഞ്ഞ് അന്നയും മറ്റ് സ്ത്രീകൾ മുറിയിലേക്ക് വന്നെങ്കിലും മറിയം ആത്മവിസ്മൃതിയിലാണെന്ന് കണ്ട് അവർ ഉടനെ പിൻവാങ്ങി. പിന്നീട് പരിശുദ്ധ കന്യക എഴുന്നേറ്റ് ഭിത്തിയിലുള്ള ചെറിയ അൾത്താരയുടെ അടുത്തെത്തി. ചുരുട്ടി വെച്ചിരുന്ന ഒരു ശിശുവിൻ്റെ ചിത്രം നിവർത്തി അതിനു മുന്നിൽ പ്രാർത്ഥിച്ചു. പ്രഭാതത്തോടടുത്താണ് അവർ വിശ്രമിക്കാൻ കിടന്നത്. അപ്പോൾ മറിയത്തിന് 14 വയസ്സിൽ അല്പം കൂടുതൽ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച അന്നയ്ക്ക് ലഭിച്ചിരുന്നു. താൻ ലോകരക്ഷകനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് മറിയം അറിഞ്ഞു. തൻ്റെ മകൻ്റെ രാജ്യം ലൗകികമല്ലെന്നും യാക്കോബിൻ്റെ ഭവനം അഥവാ സഭ എന്നത് വീണ്ടും ജനിച്ച മനുഷ്യവർഗത്തിൻ്റെ കൂട്ടായ്മയാണെന്നും അവൾ മനസ്സിലാക്കി. രക്ഷകൻ തൻ്റെ ജനത്തിൻ്റെ രാജാവാകുമെന്നും അവരെ വിശദീകരിച്ച് വിജയികളാക്കുമെന്നും അവൾ അറിഞ്ഞു. എന്നാൽ അവരെ വീണ്ടെടുക്കുന്നതിനായി അവൻ കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരുമെന്നും അവൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് രക്ഷകൻ 9 മാസം മാതാവിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞതെന്നും ആദ്യത്തെ പോലെ പൂർണ്ണ മനുഷ്യനായി വരാതെ ഒരു ശിശുവായി ജനിച്ചതെന്നും എനിക്ക് വിവരിച്ചു തന്നു. വീഴ്ചയിലൂടെ അവിശുദ്ധമായി തീർന്ന ഗർഭധാരണത്തെയും ജനനത്തെയും വിശദീകരിക്കാനാണ് ദൈവപുത്രൻ ഇപ്രകാരം വന്നത്. പാപമില്ലാതെ ജനിച്ച ആദ്യത്തെയും ഏകയുമായ സ്ത്രീയായതിനാലാണ് മറിയം അവിടുത്തെ അമ്മയായത്. മരിക്കുമ്പോൾ യേശുവിന് 33 വയസ്സും 4 മാസവും 2 ആഴ്ചയും പ്രായമുണ്ടായിരുന്നു.